ഹായ് കുട്ടികളെ, നിങ്ങളുടെ കീമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നന്നായി നടക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ, അതായത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പ്രോബ്ലം ഇങ്ങോട്ട് വന്നാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കുമായിരിക്കും. ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് വരണ്ടേ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴൊക്കെ അപ്പോൾ അവർക്ക് എനിക്ക് സമയമില്ല, എനിക്ക് പെട്ടെന്ന് കാണണം, പെട്ടെന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ചിലപ്പം 2x-ലോ 3x-ലോ ഒക്കെ കണ്ട് 1.5x-ലോ ഒക്കെ കണ്ട് അത് സ്പീഡിൽ അങ്ങ് പോകും. അപ്പോൾ ശരിക്കും അത് മനസ്സിൽ പതിയത്തില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രോബ്ലം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സൊന്ന് സമാധാനപ്പെടുക. കാരണം ഇടിപിടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും എവിടെയും മൂടി പോകാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഉള്ള സമയത്ത് നിങ്ങൾ സമാധാനമായി പഠിച്ചു കഴിഞ്ഞാൽ 1 പ്രാവശ്യം കേട്ടാലോ 2 പ്രാവശ്യം കേട്ടാലോ നിങ്ങളുടെ മനസ്സിലിരിക്കും. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അപ്പം തന്നെ അങ്ങ് മറന്നു. അതുകൊണ്ട് അതിൻ്റെ ആ പേസിൽ തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ലോ ആയിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടിക്കോളും. പിന്നെ കുറച്ച് കാര്യം പറയാനുള്ളത്, അപ്പോൾ അതുകൊണ്ട് ക്ലാസ് കേൾക്കുന്നത്, നമ്മൾക്കിപ്പോൾ ഒരു പ്രോബ്ലം കണ്ടു, നമുക്കറിയത്തില്ല, ബേസിക്സ് പോലും നമുക്കറിയത്തില്ല, ജസ്റ്റ് പ്രോബ്ലത്തിന് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സമാധാനമായിട്ടൊന്ന് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ അത് സമാധാനമായിട്ട് ആ ഒരു മെല്ലെ കേൾക്കാനുള്ളൊരു സാവകാശം നിങ്ങൾ കാണിക്കണം. അത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനുശേഷം സ്വന്തമായി ചെയ്തു. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് റിപ്പീറ്റായിട്ട് പിന്നെയും ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതേ മോഡൽ വേറെ പ്രോബ്ലം ചെയ്യുമ്പോഴോ നല്ല ഫാസ്റ്റായി പോകും. അന്നേരം പ്രശ്നമില്ല. അന്നേരം നിങ്ങൾ ആൻസർ, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കേൾക്കണം തന്നെയില്ല, ക്വസ്റ്റ്യൻ മാത്രം കാണുക, ആൻസർ നിങ്ങൾ എഴുതുക. തെറ്റിപ്പോയാൽ മാത്രം ആ എക്സ്പ്ലനേഷൻ നോക്കിയാൽ മതി. അപ്പോൾ അത് ഒന്ന് വളരെ സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ ചെയ്യുക. അതേപോലെ തന്നെ എക്സാമിനേഷൻ ഹോളിലും ഇങ്ങനെ വെപ്രാളം പിടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തോന്നുന്നത് പോലും നമ്മൾ പേടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് വളരെ ആയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ എഴുതാനായിട്ട് ഇരിക്കേണ്ടത്. അവിടെ പോകുമ്പോഴും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും അതേ സീരിയസ്നോട്, ഞാൻ പറഞ്ഞ പോലെ ഒരു 10 നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളെങ്കിലും അത് എക്സാമിനേഷൻ ഹോളിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയോട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് അതേപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. കാരണം ഇന്നിപ്പോൾ എനിക്കൊരു 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, സാരമില്ല, നാളെ എനിക്കത് 6 ആക്കാം, അടുത്ത ദിവസം 7 ആക്കാം. അങ്ങനെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ ശരി, എനിക്കിപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 4 ചെയ്യാൻ പറ്റുള്ളൂ, ശരി കുഴപ്പമില്ല, നാളെ 10 ചെയ്യുന്നുണ്ടാവും, മറ്റന്നാൾ ചിലപ്പോൾ 2 പറ്റുന്നുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾ എല്ലാ ദിവസവും 1-2 പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ആ പ്രാക്ടീസ് നിങ്ങൾ മുടക്കരുത്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബോർഡ് എക്സാമിന് എഴുതുന്ന മാതിരി എല്ലാ സ്റ്റെപ്സും എഴുതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാം എഴുതും. പക്ഷേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നൽകി 100/10 എന്നുള്ളത് ഡയറക്റ്റ്ലി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ ഒരു എന്താ പറയുക, ഈ റൂട്ട് 3 റൂട്ട് 2 അങ്ങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം സംതിങ് റിലേറ്റഡ് ടു നമുക്കറിയാവുന്ന sin 30 sin 60 അല്ലെങ്കിൽ cos 30 cos 60 അല്ലെങ്കിൽ 45 എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ പക്ഷേ നിങ്ങൾ സ്പീഡിൽ മനക്കണക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. അപ്പോൾ ഒന്ന് ഇപ്പോഴേ തന്നെ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഇങ്ങനെ മനക്കണക്കൊക്കെ ചെയ്യുന്ന തെറ്റിപ്പോകുന്നവരാണെങ്കിൽ ദയവേത് അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് പിന്നെ കൂടുതൽ മണ്ടത്തരത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ചില മൾട്ടിപ്ലിക്കേഷൻ, ചില ഡിവിഷൻസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ, അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ തെറ്റിക്കാതെ മനക്കണക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സമാധാനത്തോടെ ഡിസ്കഷൻ, അല്ലെങ്കിൽ നമ്മളൊരു പഠിക്കുന്ന സമയത്ത് സമാധാനത്തോടെ മെല്ലെ പഠിക്കുക. അതിനുശേഷം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്പീഡപ്പ് ആക്കുക. പിന്നെ മനക്കണക്കൊക്കെ ചെയ്ത് ഇതിൻ്റെ ഫാസ്റ്റ്നെസ് ഇച്ചിരി കൂട്ടാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക.